അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്ന നബിയേ ഇന്ന ഹാരിബ മിൻ ഉമ്മതി ഇന്ന ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു യാ റസൂലല്ലാഹ് അതാ നരകത്തെ പേടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഇടയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന സഅലബയുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ് 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറകളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് സഅലബാനെ ഓർമ്മ വന്നു സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനെ ഓർമ്മ വന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും 2 സ്വഹാബികളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു എന്നിട്ട് പറയുന്നു സ്വഹാബാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം സ്വഹാബാ എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ആ മഹാനായ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും അതാ തിരഞ്ഞു നടക്കാൻ തുടങ്ങി സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു അല്ലാഹുവേ കാണാൻ കഴിഞ്ഞില്ല അവസാനം രണ്ടുപേരും സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇങ്ങനെ അടുത്തു വരുമ്പോ അതാ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ഒരു അതാ ആട്ടിടയനായ മനുഷ്യനുണ്ടല്ലോ ഞങ്ങൾ അവിടെ നീ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ പറയുന്ന ഉമറേ നരകത്തെ പേടിച്ച് നിലവിളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണോ മുടിയെല്ലാം നരച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണോ എല്ലാ ദിവസവും പാതിരാത്രിയായ വൈകുന്നേര സമയമായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ മണ്ണിൽ കിടന്ന് ഉരുളുകയാ ഇവിടെ വന്ന് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട് റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ തങ്ങളും സൽമാൻ തങ്ങളും ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് വൈകുന്നേര സമയമായി രാത്രിയായപ്പോ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ് മുടിയെല്ലാം ചടപിടിച്ചിട്ടുണ്ട് വസ്ത്രമെല്ലാം കീറി പറഞ്ഞിട്ടുണ്ട് ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാ